USSന്റെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, നെയിം ദ സോഷ്യൽ റിഫോമർ ഹു ആർഗ്യൂഡ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ അപ് ടു 12 years. USSന്റെ ഒരു മുൻവർഷ ചോദ്യമാണ്. ഏത് സാമൂഹിക നവോത്ഥാന നായകനാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ അപ് ടു 12 years. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷന് വേണ്ടി വാദിച്ചത് ആരാണ്? ആൻസർ ജ്യോതിറാവ് ഫുലെയാണ്. ജ്യോതിറാവ് ഫുലെ. അപ്പൊ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആർട്ടിക്കിൾ 21A വരുന്നുണ്ട്. ചാപ്റ്റർ 10th ചാപ്റ്റർ 7ാം ക്ലാസിന്റെ 10ാമത്തെ ചാപ്റ്റർ അവർ കോൺസ്റ്റിറ്റ്യൂഷനും, അതുപോലെ 6ാം ക്ലാസിന്റെ 10ാമത്തെ യൂണിറ്റ് ഡെമോക്രസി ആൻഡ് റൈറ്റ്സ്, ഈ 2 ചാപ്റ്ററുകളിലും ആർട്ടിക്കിൾ 21A പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ആലോചിക്കുക. ആർട്ടിക്കിൾ 21A 86ാമത്തെ അമെൻമെന്റിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടത്. ഇത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-ാം തീയതിയാണ്. വയസ്സ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകുന്നത്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നൽകുന്നത്. അതാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. അപ്പൊ ആലോചിക്കുക, ജ്യോതിറാവ് ഫൂലെ എന്താണ് പറഞ്ഞത്? 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു, ജാതി വ്യവസ്ഥയെ എതിർത്തു, സത്യശോധക് സമാജ് സ്ഥാപിച്ചു. ഓരോ സംഘടനയുടെയും സ്ഥാപകരുടെയും പേരുകൾ ആലോചിച്ച് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം USSന്റെ 2021 ചോദ്യമാണ്. 7ാം ക്ലാസിന്റെ 5ാമത്തെ യൂണിറ്റിൽ നിന്നും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ് നമ്മള് കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. മോഡേൺ കാർട്ടോഗ്രഫി എന്ന് പറയുമ്പോൾ M വെച്ച് തുടങ്ങണം. മോഡേൺ കാർട്ടോഗ്രഫി. ദെർഫോർ അതിന്റെ ആൻസർ ആരായിരിക്കും? M വെച്ച് തുടങ്ങിയാൽ മെർക്കാറ്റർ ആയിരിക്കും. ഇനി എബ്രഹാം ഓർട്ടേലിയസ് ആണ് വരുന്നതെങ്കിൽ ഓർട്ടേലിയസ് വരുന്നത് അറ്റ്ലസ് ആണ്. എബ്രഹാം A വെച്ച് തുടങ്ങുന്നത് അറ്റ്ലസ് ആണ്. അറ്റ്ലസ്. എബ്രഹാം ഓർട്ടേലിയസ് അറ്റ്ലസിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അനാക്സിമാൻഡർ മാറിപ്പോകരുത്. അനാക്സിമാൻഡർ എന്ന് പറയുന്ന മാൻ ആണ് എന്ത് ചെയ്യുന്നത്? മാപ്പ് ഉണ്ടാക്കുന്നത്. മനുഷ്യനാണ് മാപ്പ് ഉണ്ടാക്കുന്നത്. മാൻ മാപ്പ്. അനാക്സിമാൻഡർ അനാക്സി മാപ്പ് അല്ലെങ്കിൽ മാപ്പ്. അനാക്സിമാൻഡർ മാൻ മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ മനുഷ്യൻ മാപ്പ് പറഞ്ഞു എന്ന് ആലോചിച്ചാലും മതി. എന്തെങ്കിലും ആലോചിക്കുക. അങ്ങനെ 3 പേരുകളാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാൻ പ്രധാനമായിട്ടും ഉള്ളത്. പേരുകൾ ഞാൻ ഒന്നും കൂടെ പറയുന്നു. മെർക്കാറ്റർ മോഡേൺ കാർട്ടോഗ്രഫി. അറ്റ്ലസ് എബ്രഹാം ഓർട്ടേലിയസ് അറ്റ്ലസ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പിന്നെ പരാമർശിക്കപ്പെടുന്ന പേര് അനാക്സിമാൻഡർ ആണ്. അനാക്സിമാൻഡർ ഫസ്റ്റ് മാപ്പ് തയ്യാറാക്കിയത്. അനാക്സിമാൻഡർ മാപ്പ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ടോപ്പിക്ക് നല്ല രീതിയിൽ ഓർത്തിരിക്കുക. ഈ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഗൈഡ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം സന്ദർശിക്കുക. USS 2024 കേരള എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പേജിൽ എത്താൻ സാധിക്കും. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നാളെ